ഹായ് ഹലോ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ സക്സസ് എന്ന് പറഞ്ഞ പോയവുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ മൈക്ക് ടൈസണ് ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. ഐ ആം എ ഡ്രീമർ. എന്താണ്? ഞാനൊരു ഡ്രീമറാണ്, സ്വപ്നം കാണുന്ന ആളാണ്. ഐ ഹാവ് ടു ഡ്രീം ആൻഡ് റീച്ച് ഫോർ ദ സ്റ്റാർസ്. ഞാൻ എന്ത് സ്വപ്നം കാണും? നക്ഷത്രങ്ങളുടെ അടുത്തെത്താൻ ഞാൻ സ്വപ്നം കാണും. ആൻഡ് ഇഫ് ഐ മിസ് എ സ്റ്റാർ ദെൻ ഐ ഗ്രാബ് എ ഹാൻഡിൽ ഓഫ് ക്ലൗഡ്സ്. അപ്പോൾ എന്താ, നക്ഷത്രങ്ങളെ എനിക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതായിട്ട് ഞാൻ എന്നും എൻ്റെ മനസ്സിൽ സ്വപ്നം കാണും, ആഗ്രഹിക്കും. പക്ഷേ എനിക്ക് ഒരു സ്റ്റാർ മിസ്സായിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ഒരു ക്ലൗഡ്സിനെയെങ്കിലും മേഘത്തെയെങ്കിലും ഞാൻ എൻ്റെ കൈപ്പിടിയിലാക്കാൻ വേണ്ടി ശ്രമിക്കും എന്നാണ് ഈ കോട്സിൽ പറയുന്നത്. ഇനി ഇവിടെ സിഗ്മ മെഫോണിൻ്റെ ഡ്രീം ബിഗ് ആൻഡ് വർക്ക്ഡ് ഹാർഡ് ടു അച്ചീവ് ഹെർ ഡ്രീം, അല്ലേ? നമ്മൾ സിഗ്മ മെഫോണിൻ്റെ ഡ്രീമിനെ കുറിച്ചിട്ട് കഴിഞ്ഞ പാഠത്തിൽ ദ ടോയ്ലറ്റ് എന്ന് പറഞ്ഞ പാഠത്തിൽ പഠിച്ചു. ഹെർ സ്റ്റോറി ടെൽസ് അസ് ദാറ്റ് ഷിയർ ഹാർഡ് വർക്ക് ആൻഡ് പ്രിവറൻസ് ലീഡ് ടു സക്സസ്. നൗ റീഡ് ദ പോയം സക്സസ് ബൈ H.W. ലോഫെലോ. അപ്പോൾ ആ പാഠത്തിലൂടെ അവർ വായിച്ച സ്ട്രെസ്സും കാര്യങ്ങളും അവർ ഒരുപാട് സക്സസ്സിലെത്തിയതും ഒക്കെ നമ്മൾ പഠിച്ചു, അല്ലേ? ഇനി ഈ പാഠത്തിൽ സക്സസ് എന്ന് പറഞ്ഞ പാഠത്തിൽ കഠിനാധ്വാനവും സ്ഥിരമായ ഉത്സാഹവും ഉറച്ച വിശ്വാസവും ഉണ്ടെങ്കിൽ നമ്മുടെ സക്സസ്സിൽ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കും എന്നുള്ള ഒരു പോയമാണ് സക്സസ് എന്ന് പറയുന്ന ഈ പോയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ പോയത്തിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഹെൻറി ഹാർട്സ്വർത്തിൻ്റെ സക്സസ് എന്ന് പറയുന്ന പാഠമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. വി ഹാവ് നോട്ട് വിങ്സ് വി കനോട്ട് സോർ. എന്താണ് പറയുന്നത്? നമുക്ക് വിങ്സ് ഇല്ല. വിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ചിറകുകൾ. നമുക്ക് ചിറകുകളില്ല, അതുകൊണ്ട് തന്നെ വി കനോട്ട് സോർ, നമുക്ക് പറക്കാൻ കഴിയില്ല. സോർ എന്ന് പറഞ്ഞാൽ ഫ്ലൈ, പറക്കാൻ കഴിയില്ല എന്നാണ് അർത്ഥം കേട്ടോ. ബട്ട് വി ഹാവ് ഫീറ്റ് ടു സ്കെയിൽ ആൻഡ് ക്ലൈംബ്. എന്താണ് പറയുന്നത്? പക്ഷെ നമുക്ക് നല്ല ശക്തിയുള്ള പാദങ്ങളുണ്ട്, കാലുകളുണ്ട്, അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലൈംബ് ചെയ്യാൻ പറ്റും, തൂങ്ങാൻ പറ്റും. ബൈ സ്ലോ ഡിഗ്രീസ്, ബൈ മോർ ആൻഡ് മോർ. ഫസ്റ്റ് അല്ലേ ചെറിയ ഫസ്റ്റ് സ്ലോ ആയിട്ട് ചെയ്യുക. പിന്നെ എന്താവും? മോർ ആൻഡ് മോർ. അത് മോർ ആൻഡ് ഓർ, കൂടുതലായിട്ട് ക്ലൈംബ് ചെയ്യുക. ആദ്യം കുറച്ച് ക്ലൈംബ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യാം? കൂടുതലായിട്ട് ക്ലൈംബ് ചെയ്യുക. എന്താണ് പറയുന്നത്? നമ്മളെ ഇല്ലാത്തതിനെ കുറിച്ചിട്ട് നമ്മൾ ആലോചിക്കാതെ നമുക്കുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിച്ച് അതിനെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് വേണം നമുക്ക് ചെയ്ത് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ. അതാണ് ഈ സക്സസ് എന്ന് പറഞ്ഞ ഫസ്റ്റ് വരികളിലൂടെ പറയുന്നത്. ബൈ സ്ലോ ഡിഗ്രീസസ് പറഞ്ഞു, അല്ലേ? ദ ക്ലൗഡി സമ്മിറ്റ്സ് ഓഫ് അവർ ടൈം. എന്താണ് പറയുന്നത്? മേഘാവൃതമായ അന്തരീക്ഷത്തെ കടന്നു പോകേണ്ടത് അതായത് മേഘാവൃതമായ അന്തരീക്ഷം എന്ന് പറയുന്നത് നമ്മളെ ബുദ്ധിമുട്ടുകളെ, നമ്മളെ ജീവിതത്തിലെ പ്രതിസന്ധികളെയാണ്. എങ്ങനെയാണ് കടന്നു പോകേണ്ടത് എന്ന് പറയുന്നത്? കുറച്ചായിട്ട് അതിനെതിരായിട്ട് നമുക്ക് ക്ലൈംബ് ചെയ്തിട്ട് പിന്നീട് കൂടുതലായിട്ട് കടന്നു പോവുക. അങ്ങനെയാണ് ഈ 4 ലൈനിലൂടെ പറയുന്നത്. അതായത് നമ്മളെ പ്രയാസങ്ങളെ, നമ്മളില്ലാത്തതിനെ കുറിച്ചിട്ട് നമുക്ക് വിങ്സ് ഇല്ല, ചിറകുകളില്ല, അതുകൊണ്ട് നമുക്ക് പറക്കാൻ കഴിയില്ല. പക്ഷെ നമുക്ക് എന്തുണ്ട്? കാലുകളുണ്ട്, അതുകൊണ്ട് നമുക്ക് ക്ലൈംബ് ചെയ്യാം. അപ്പോൾ ഇല്ലാത്തതിനെ കുറിച്ച് ആലോചിക്കാതെ ഉള്ളതിനെ കുറിച്ച് ആലോചിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി The mighty pyramids of stone that buds like clay the desert airs. എന്താ പറയുന്നത്? The mighty pyramids എന്ന് പറഞ്ഞാൽ, മൈറ്റി എന്ന് പറഞ്ഞാൽ സ്ട്രോങ്, ശക്തമായിട്ടുള്ള കൊണ്ടുണ്ടാക്കിയ ഒരു പിരമിഡ്സ്. നമ്മൾ ചിന്തിക്കുക, നമ്മൾ പ്രയാസങ്ങൾ ഒരു പിരമിഡായിട്ട് നമ്മൾ കാണാം. ദാറ്റ് ബേർഡ്സ് ലൈക്ക് ക്ലേ ദ ഡെസേർട്ട് എയർസ്. എന്നാൽ ഡെസേർട്ടിലുള്ള വായുവിനെ പോലും ഈ പിരമിഡിനെ മറികടക്കാൻ കഴിയും. ക്ലേവ് എന്ന് പറഞ്ഞാൽ എന്താ? പിളർന്ന് വരുന്ന, നമ്മൾ മരങ്ങളൊക്കെ മുറിച്ച പിളർന്ന് വരുന്ന ആ ഭാഗമില്ലേ, അതുപോലെയാണ്. വെഡ്ജ് ലൈക്ക് ക്ലേവ്സ് പിരമിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പിരമിഡ്സിൻ്റെ ഒരു പിളർന്ന് വരുന്ന ഒരു ഭാഗത്തെ മുറിച്ച് വെച്ച പോലെ ഷേപ്പിലുള്ള, മലയാളത്തിലെ ആപ്പ് എന്നൊക്കെ പറയും, ഒരു ഭാഗത്തെ എന്താണ് നമ്മളെ ഡെസേർട്ടിലുള്ള വായുവിനെ പോലും വെൻ നിയറർ സീൻ ദ ബെറ്റർ നോൺ ആർ ബട്ട് ഗിഗ്നാറ്റിക് ഫ്ലൈറ്റ്സ് ഓഫ് സ്റ്റെയർസ്. എന്താ പറയുന്നത്? നമ്മളെ
നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ അല്ലേ വലിയതായിട്ട് തോന്നും, പക്ഷെ അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലേ. വെൻ നിയറസ്റ്റ് സീൻ ബെറ്റർ നൗൺ, നമ്മൾ അടുത്തേക്ക് ചെല്ലും തോറും എന്താകും, അത് നമുക്ക് എന്ത് ചെയ്യും, അത് നമുക്ക് മറികടക്കാൻ കഴിയും, അപ്പോഴേ അതിൻ്റെ യഥാർത്ഥം എന്ത് നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളത് മനസ്സിലാവുള്ളൂ. നമ്മളെ ജീവിതത്തിലെ പ്രതിസന്ധികളെയാണ് ഇവിടെ ഒരു പിരമിഡ് കൊണ്ട് പറയുന്നത്. ആ പിരമിഡുകളെ എന്താണ്, ദൂരെ നിന്ന് നോക്കുമ്പോൾ ഇത് വലിയൊരു സംഭവമായിട്ട് തോന്നും, പക്ഷെ നമ്മൾ അടുത്തെത്തുമ്പോഴോ, ഇവിടെ പിരമിഡ് കണ്ടില്ലേ, എന്താണ് പടവുകളിൽ ഒരാൾ ഇങ്ങനെ കയറി പോകുന്ന ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെയാണ് പറയുന്നത്, ദൂരെ നോക്കുമ്പോൾ പിരമിഡ് എന്തോ ഒരു സംഭവമായിട്ട് നമുക്ക് തോന്നും, പക്ഷെ അതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് നമുക്കതിനെ മറികടക്കാനൊക്കെയുള്ള കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ദ ഡിസ്റ്റൻസ് മൗണ്ടെയിൻസ് ദാറ്റ് അപ്പിയർ ദ സോളിഡ് ബാസ്റ്റൻസ് ഓഫ് ദ സ്കൈസ്, എന്താണ് പർവ്വതങ്ങളെ അല്ലേ, നമുക്ക് മുന്നിൽ നിൽക്കുന്ന ഉയർന്ന പർവ്വതങ്ങൾ, കോട്ട കെട്ടിയതുപോലെ നിൽക്കുന്ന പർവ്വതങ്ങളെ എന്താണ് പറയുന്നത്, ആകാശമുട്ട ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളുണ്ട് അല്ലേ, അതിനെ എന്ത് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞത്, ക്രോസ്ഡ് ബൈ പാത്ത് വേസ് ദാറ്റ് അപ്പിയർ ആസ് വി ടു ഹയർ ലെവൽ റൈസ്, എന്താ പറയുക, അതിനെയും നമുക്ക് ക്രോസ് ചെയ്യാൻ സാധിക്കും അല്ലേ. അതിനെയും നമുക്ക് അതിൻ്റെ എന്താണ് കാര്യങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അതിനെയും നമുക്ക് ക്രോസ് ചെയ്യാൻ കഴിയും. The heights by great men reached and kept were not attained by sudden flight. എന്താണ്, പ്രശസ്തരായ ഒരുപാട് ആളുകളുണ്ട് അല്ലേ, ഒരുപാട് സക്സസ് ആയി വന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഉയരങ്ങൾ, അവർ സക്സസ്സിൽ എത്തിച്ചേർന്നത് എങ്ങനെയാണ്, പെട്ടെന്നൊരു ദിവസം അവരുടെ സക്സസ്സിൽ എത്തിയതല്ല. പിന്നീട് എന്താണ്, ബട്ട് they while their companions slept were toiling upward in the night. എന്താണ്, അവരുടെ അവരുടെ കൂടെയുള്ള ആളുകൾ ഉറങ്ങുമ്പോൾ, റെസ്റ്റ് എടുക്കുമ്പോൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് പോലും ഇവരെന്ത് ചെയ്യും, അധ്വാനിച്ചിട്ടുണ്ടാകും, കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്തിട്ടാണ് അവരുടെ സക്സസ്സിൽ എത്തി നിൽക്കുന്നത് എന്നാണ് ഈ ലൈനിലൂടെ പറയുന്നത്. അപ്പോൾ കഠിനാധ്വാനവും സ്ഥിരമായ ഉത്സാഹവും ഉറച്ച വിശ്വാസവും ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങളെ നമുക്ക് മറികടക്കാനാകും എന്നുള്ള ഒരാശയമാണ് ഈ സക്സസ് എന്ന് പറയുന്ന ഈ പാഠഭാഗത്തിലൂടെ കവി വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇതാണ് പാഠത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക, കമൻറ്റും ചെയ്യുക.